നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരു ആർമി ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നിങ്ങളുടെ 2024-25 വർഷത്തെ ഏറ്റവും മികച്ച അവസരം നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഒരു +2 ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അതായത് +1 കഴിഞ്ഞ് +2 ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി ആണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് +2 കഴിഞ്ഞ ഒരു കുട്ടിയാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾക്ക് ഒരു ആർമി ജോബ്, നേവി ജോബ്, എയർഫോഴ്സ് ജോബ് നിങ്ങളുടെ സ്വപ്നത്തിലുണ്ട് എങ്കിൽ, അതും സാധാരണ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഒരു ഓഫീസർ പൊസിഷൻ നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ, അതിൽ ഒരു നല്ല കരിയർ നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ, അതിന് ഉള്ള ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതുപോലെ തന്നെ നേവൽ അക്കാഡമി, ഏഴിമലയിലുള്ള നേവൽ അക്കാഡമി, പൂനെയിലെ ഖഡഗ്വാസ്ലയിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഈ 2 ലൊക്കേഷനുകളിലേക്കുള്ള സെലക്ഷൻ, ഓഫീസർമാരായി, ആർമി ആൻഡ് നേവി ഓഫീസർമാരായി നിങ്ങളെ ഇവോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച അവസരം അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുക. വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു സ്വപ്നമാണ് ഒരു ആർമി ഓഫീസർ ആവുക, അതല്ലെങ്കിൽ ഒരു നേവൽ ഓർ എയർഫോഴ്സ് ഓഫീസർ ആവുക എന്നുള്ളത്. നമ്മൾ കരുതുന്നത് പോലെ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ആദ്യം തോന്നിയേക്കാം. പക്ഷേ അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറായാൽ, ഹാർഡ് വർക്ക് ചെയ്യാനും കൃത്യസമയത്ത് പ്ലാൻ ചെയ്യാനും തയ്യാറായാൽ, ഇത് ഒരു വിദൂര സ്വപ്നമല്ല, നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്ന ഒരു സ്വപ്നമേ ഉള്ളൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സിവിലിയൻ ലൈഫ് പോലെയല്ല ഒരു നേവൽ ഓഫീസർ, ആർമി ഓഫീസർ, എയർഫോഴ്സ് ഓഫീസർ. ഒരു ആംഡ് ഫോഴ്സസിലേക്ക് ചേരുമ്പോൾ തന്നെ, നമ്മളതിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ, നമ്മൾ ഒരു സിവിലിയൻ എന്നുള്ള നിലയ്ക്കുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ മാറേണ്ടി വരും. നമ്മൾ ആർമി ജോബ്സിനെ കുറിച്ച് പൊതുവേ പറയുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി ജോബ്സിനെ കുറിച്ച് പൊതുവേ പറയുന്നത് റീസോഷ്യലൈസേഷൻ എന്നൊരു വാക്ക് പറയും. റീസോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പഠിച്ച പല ശീലങ്ങളും, പല രീതികളും, പല വിശ്വാസങ്ങളും, പല ആചാരങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ചില സ്ട്രക്ചേർഡ് സിസ്റ്റം, അതിനെയൊക്കെ ഒന്ന് പൊളിച്ച് തിരുത്തേണ്ടി വരും. നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മളുടെ മതിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന റെസ്പെക്റ്റ്, ഈ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ലോകത്തിനെ കാണുന്ന കാഴ്ചപ്പാട്, ഇതിലൊക്കെ ഒരു ചേഞ്ച് നമുക്കുണ്ടാകേണ്ടി വരും. ഇതിനൊക്കെ ഉപരിയായി നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന ഒരുപാട് ഫ്രീഡത്തിന് റെസ്ട്രിക്ഷൻ വന്നേക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ആദ്യം തന്നെ ഓർക്കുക. അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇപ്പം നമുക്ക് കിട്ടാത്ത ഒരുപാട് പ്രിവിലേജുകൾ, ഒരു സിവിലിയന് കിട്ടാത്ത ഒരുപാട് പ്രിവിലേജുകൾ ഒരു ആർമി, നേവി, എയർഫോഴ്സ് ഓഫീസർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 2 വശങ്ങളുണ്ട് അതിന്. ഇറ്റ്സ് ലൈക്ക് ബോത്ത് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോയിൻ. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു സിവിലിയൻ എന്നുള്ള നിലയ്ക്ക് കിട്ടാത്ത ഒരുപാട് പ്രിവിലേജുകൾ ഒരു ആർമി ജോബിൽ, അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് ജോബിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയെന്നും ഇരിക്കും. ഇപ്പോൾ ഉള്ള ഒരുപാട് ഫ്രീഡം, അല്ലെങ്കിൽ ഒരുപാട് പ്രിവിലേജസ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്നും ഇരിക്കും. അപ്പോൾ ആ ഒരു ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഗെയിൻ എന്തൊക്കെയാണ്, ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ. പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ഒരു മൂവി കണ്ടിട്ടൊന്നും അത്തരം കാര്യം ഡിസിഷൻ എടുക്കേണ്ട ഒരു മേഖലയല്ല എന്ന് പ്രത്യേകം ഓർക്കുക. നല്ലതുപോലെ ചിന്തിച്ച്, ആലോചിച്ച്, റിസർച്ച് ചെയ്ത്, വ്യക്തമായി ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു തീരുമാനമെടുക്കുക. എനിവേ, ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല അവസരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ ഭാഗമായി ആ 4 വർഷത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഒരു കമ്മീഷൻഡ് ഓഫീസറായി പാസ് ഔട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ഗ്രാബ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം ഞാനൊന്ന് പറയാം. അൺമാരീഡ് മെൻ ഓർ വിമൻ, അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ഈ അവസരങ്ങളുള്ളത്. വിവാഹിതരായ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കും, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഈ അവസരം ഉണ്ടാവുകയില്ല. ഒന്നാമത്തെ കാര്യം, 16.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ അവർ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന, നോട്ടിഫിക്കേഷനിൽ പറയുന്ന സമയമാകുമ്പോൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണോ എന്ന് നോക്കണം. അതിൻ്റെ ഡേറ്റ് ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ നോക്കി ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അൺമാരീഡ് മെൻ ആൻഡ് വിമൻ ബിറ്റ്വീൻ 16.5 years to 19.5 years, ഈ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കണം നിങ്ങൾ. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് +2 10+2 പാറ്റേൺ എന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ
10+2 പാറ്റേണിൽ +2 കംപ്ലീറ്റ് ചെയ്തവർ, അതായത് 10ാം ക്ലാസ് വരെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് 2 വർഷത്തെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവരാകണം. അതിനകത്ത് ആർമി ഓപ്പർച്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഏത് സ്ട്രീമിൽ ഉള്ളവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേവി എയർഫോഴ്സ് സ്ട്രീം ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾ +2 ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച ഒരു സ്ട്രീം ആയിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുന്നുമുണ്ട്. ഇതുകൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫിറ്റ്നസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക. ഹൈറ്റിൻ്റെ കാര്യം, വിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി, ഭാരം, നിങ്ങളുടെ ഉയരം, കാഴ്ചശക്തി, ഈ 3 കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് എൻഡ്യൂറൻസ്, അത് നിങ്ങളുടെ ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ അത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാളായിരിക്കുക, നല്ല രീതിയിലുള്ള നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ഇതൊക്കെ സ്റ്റിപ്പുലേറ്റഡ് ആണോ എന്ന് നോക്കുക. ഐസൈറ്റിൻ്റെ കാര്യവും എൻഷുർ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് എങ്കിലും നിങ്ങൾ ആദ്യത്തെ കടമ്പ ഇറ്റ്സ് ആൻ എക്സാമിനേഷൻ. അത് നമ്മളുടെ UPSC കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 തീയതിക്കുള്ളിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഹാവ് an ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒരു റിട്ടൺ ടെസ്റ്റാണ്. അതിനകത്ത് മാത്തമാറ്റിക്സ് ഉണ്ടാവും, ജനറൽ എബിലിറ്റി ഉണ്ടാവും. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ UPSC നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്, റീസണിങ് പോലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണും. കറണ്ട് അഫയേഴ്സ് കാണും, കുറച്ച് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാണും. ഇതെല്ലാം കൂടെ ഉള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് SSB എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ സർവീസ് സെലക്ഷൻ ബോർഡിനകത്ത് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. 2, ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. അതൊരു ഇൻ്റർവ്യൂ മോഡലിലുള്ള കാര്യവും അതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിഗറസ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ്, നിങ്ങളുടെ ബൗദ്ധിക നിലവാരം, ബുദ്ധി നിലവാരം ഒന്ന് അളക്കുന്ന ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അല്ലെ, ഒരു മനഃശാസ്ത്രപരമായി അല്ലെ മാനസികമായി നിങ്ങൾ എത്ര സ്ട്രോങ് ആണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇതിനകത്തുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ, അത്രയും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവരൊരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. ഈ മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും അലോട്ട്മെൻറ്റ്. അപ്പോൾ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും എത്ര വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കേഡറ്റ്സിനെ അവർക്ക് ആവശ്യമുണ്ട്, അതനുസരിച്ചായിരിക്കും കേഡറ്റ്സിനെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റിൻ്റെ മെറിറ്റിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഈ 3 സർവീസസിലേക്ക് അലോക്കേഷൻ വരിക. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ സ്റ്റുഡൻസ്, കാൻഡിഡേറ്റ്സ്, നിങ്ങൾക്ക് അതിൽ വലിയൊരു കൺട്രോൾ ഇല്ല. ആ എക്സാമും SSBയും കഴിഞ്ഞാൽ ആ മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്ത് ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം NDAയുടെ കാര്യത്തിൽ 4 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും. 3 വർഷം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, 1 ഇയർ നിങ്ങളുടെ കമ്മീഷനിങ്ങിന് മുമ്പുള്ള ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ഇയേഴ്സാണ്. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. സെമസ്റ്റർ വൈസുള്ള പ്രോഗ്രാം ആയിരിക്കാം. അതിനകത്ത് ഇയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് ഉണ്ടാകാം. അതൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കുക. എനിവേ, ജനറലി ഒരു 4 ഇയർ പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾ ഈ NDA ജോയിൻ ചെയ്യുന്നത് മുതൽ നിങ്ങളൊരു കമ്മീഷൻഡ് ഓഫീസറായി, ഒരു ലെഫ്റ്റനൻ്റ് ആയിട്ട് നിങ്ങൾ പാസ് ഔട്ട് ആകുന്നത് വരെ ഒരു 4 ഇയേഴ്സ് പ്രോഗ്രാം ആയിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷനൊക്കെ അവർ നൽകും. നിങ്ങൾക്ക് കുറേയധികം ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളെല്ലാമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മികച്ച അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് ഉയരാനായിട്ടുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക. ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറൗണ്ട് 60K, ഏതാണ്ട് ഒരു 60K പെർ മന്ത് സാലറിയോട് കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു എൻട്രി കിട്ടാനുള്ളൊരു അവസരമുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ള വലിയൊരു പ്രിവിലേജ് ഉണ്ട്. ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ your personality and the way in which you showcase yourself in front of others, ഇതിലെല്ലാം വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും മികച്ച ഒരു അവസരമാണ്, പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സസ് സ്വപ്നം കാണുന്നവർക്കുള്ള ഏറ്റവും മികച്ച അവസരം. അപ്പോൾ സമയം കളയാതെ നോട്ടിഫിക്കേഷൻ കാണാൻ ശ്രമിക്കുക. അതിന് എത്രയും പെട്ടെന്ന് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മുന്നോട്ടേക്കുള്ള ലോങ് ടേം പ്ലാൻ
പ്രിപ്പയർ ചെയ്യുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഉണ്ട് നിങ്ങളുടെ പരിചയത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു, നിങ്ങൾക്കൊരു അക്വൈൻറ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിലൊരു ലൈക്കൊക്കെ തരാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ അവസരം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ, thanks for watching this video and wish you all the best.